ഇന്ന് ഞായറാഴ്ചയാണ്, ഇങ്ങനെ ഇരുന്നാ മതി ആ ഫോൺ നോക്കി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്ഷേത്രത്തിൽ പോവാം. നീ റെഡി ആയിക്കോ. ഞായറാഴ്ചയായിട്ട് ക്ഷേത്രമോ? ഞാനൊന്നും ഇല്ല. വല്ല തിന്നാൻ കിട്ടുന്ന കാര്യം ഉണ്ടെങ്കിൽ പറ. ഹോട്ടലിൽ പോയി വല്ലതും തിന്നാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 100-150 രൂപ കൂട്ടും. എന്നാൽ പിന്നെ നമുക്ക് വേറെ വല്ല മാർഗം നോക്കാം. ഒരു കാര്യം ചെയ്യ്, പൈസ ചെലവില്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കിയാണ്. 5 പൈസ ചെലവില്ലാത്ത ഒരു ഒറ്റ കാര്യമുള്ളൂ. ആരെങ്കിലും വേവിച്ച് വെച്ചിരിക്കുന്ന പോയി തിന്നിട്ട് അഭിപ്രായം പറയണം. ഇംഗ്ലീഷിലാണെങ്കിൽ അതിന് ഫുഡ് റിവ്യൂവർ എന്ന് നമുക്ക് പറയാം. ഇനി വേണ്ടത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു ഹോട്ടലാണ്, പിന്നെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും. അതാണ് നമുക്ക് മസ്റ്റ്. ഫുഡ് എത്ര ഊളയായാലും ഒരു കുഴപ്പമില്ല, അപ്പൂപ്പനും അമ്മൂമ്മ മസ്റ്റാണ്. അതെന്തായാലും വേണം. ഫുഡിനെക്കാട്ടും നമുക്ക് പ്രധാന അപ്പൂപ്പനും അമ്മൂമ്മയാണ്. വാരിപ്പള്ളിയിൽ നല്ല കടകളൊന്നുമില്ല, എല്ലാം വലിയ കടകളാണ്. ഇനിയിപ്പോൾ നമ്മളതിന് തിരക്കി ഏതെങ്കിലും ഉൾഗ്രാമത്തിലോട്ട് പോകേണ്ടി വരും. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, വെറുതെ ഇരുന്ന് ആലോചിച്ച സമയം കളയണ്ട, പോയി റെഡിയാവും, നമുക്ക് പോയി തപ്പി പിടിക്കാം. നീ ഉറങ്ങാതെ കട നോക്കുന്നുണ്ടാ? ഞാൻ ഈ സൈഡ് നോക്കാം, നീ ആ സൈഡ് നോക്കണം. അപ്പൊ ഈ 2 സൈഡ് നോക്കിയാലേ നമുക്ക് കട കണ്ടുപിടിക്കാനോ. അല്ലാതെ വണ്ടി ഉറങ്ങിയിട്ട് അങ്ങ് പോയതിനു ശേഷം പിന്നെ കട കഴിഞ്ഞു പോയി ഉറങ്ങിയിട്ട് വണ്ടി റിവേഴ്സ് എടുക്കാൻ നോക്കത്തില്ല. അതുകൊണ്ട് നേരത്തെ നോക്കിയിരുന്നു. അടുത്ത് ഞാൻ കുറെ നേരം കണ്ടേ പറഞ്ഞത് സൈഡ് നോക്കിക്കോണെന്ന്, കട വല്ലതും ഉണ്ടാവും നോക്കണം. ഇനിയിപ്പോ ഞാൻ വണ്ടി ബാക്കിലോട്ട് എടുക്കണ്ടേ? സെറ്റപ്പ് ഒന്ന് നോക്കിട്ടോ, അതിങ്ങനെ ഉണ്ടെന്നോ പോയിട്ട്. അവിടെ ശരിയാവൂല, അത് വാർത്ത കാണാം. അത് മാത്രമല്ല ഭയങ്കര സെറ്റപ്പ്. നമുക്ക് അങ്ങനത്തെ കടയൊന്നും ഇല്ല വേണ്ട. അത് മാത്രമല്ല അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയൊന്നും ഇല്ല. മാത്രമല്ല ഞാൻ ആ കടയിലോട്ട് കയറിയപ്പോ അവിടെ ഇരിക്കുന്ന ഒരു മൊത്തം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു ചായയും കടിയും കുടിച്ചിട്ട് അങ്ങ് പോവാം. അകത്ത് സ്ഥലമുണ്ടെങ്കിലും പുറത്തുനിന്ന് കഴിക്കുന്നതാണ് വൈബ്. അതിങ്ങോട്ട് മാർക്ക് ചായ എടുത്തോളൂ. ചൂടല്ലേ, ഇതൊക്കെ ഇങ്ങനെ കുടിക്കാമോ? വാവണ്ട്. ഈശ്വര, ഏതെങ്കിലും ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും കിട്ടിയിരുന്നെങ്കിൽ.